ഈ വൃത്തികെട്ടവൻ സന്ദീപ് ദയവ് ചെയ്ത് ഈ ഭാഷ ദയവ് ചെയ്ത് ആരും ഉപയോഗിക്കരുത്. ദയവ് ചെയ്ത് നമ്മൾ ഒരു ദുരന്തമുഖത്തെ നേരിടുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണിത്. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അമ്മാതിരി ഡയലോഗ് ഒന്നും വേണ്ട. എനിക്കുണ്ട്. എന്നോട് എന്താ അങ്ങനെ ചോദിക്കുന്നൊക്കെ പറയാം. താനാരാ? തിരിച്ചും വേണ്ട. അധികാരത്തിന് ഹുങ്ക് കാണിക്കരുത് ഷഫീർ. അധികാരത്തിന് ഹുങ്ക് കാണിക്കരുത്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ശ്രീ ഷഫീറെ, ഊച്ചാളിത്തരോ? ചോദിക്കാനുള്ളത് ചോദിക്കാവുന്നോ? ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം. ഒരു സെക്കൻഡ്, ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഏത് ചോദ്യം ചോദിച്ചാൽ അത് പറഞ്ഞിട്ട് പോയാൽ മതി. ഊച്ചാളിത്തരോ? എന്ത് ഊച്ചാളിത്തരം? ഒരു കാര്യം ഇനി പറയണ്ട ശ്രീ ഷഫീർ. ഊച്ചാളിത്തരം ഒന്നും ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്ന ഒരു റൈറ്റും ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിനെ പ്രതിനിധിക്കില്ല. ഈ സ്ഥാപനത്തിലില്ല, ഈ ചാനലിലില്ല. മിസ്റ്റർ സന്ദീപ് വാര്യർ ഒരു കാര്യം ആദ്യം പറഞ്ഞേ, ഡാം തുറന്നു വിട്ട് ആയിരക്കണക്കിന് ആളുകളെ കൊന്നു എന്നൊരു വാക്ക് പറഞ്ഞു. ഈ ഓരോ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് മഹാത്മാഗാന്ധിയെ കൊന്നു എന്ന് പറഞ്ഞ കാലത്തെ സന്ദീപ് വാര്യരല്ല ഇപ്പൊ ഈ ആയിരക്കണക്കിന് എന്നൊക്കെ വന്ന് ഇത്തരം ചർച്ചകളിൽ വന്ന് നുണ പറയരുത്. നിലവിലുണ്ടോ, കോടികളുണ്ടോ എന്നോ ഒന്ന് കൃത്യമായിട്ട് താങ്കൾ ഇത് കേട്ടിട്ട് ഈ പരിപാടി ഈ ചർച്ച പങ്കെടുക്കുന്നത് എന്നെ കുറിച്ച് വ്യക്തിപരമായി തിരിച്ചു പറയും. ഉളുപ്പില്ലാത്തവൻ ഉളുപ്പില്ലാത്തവൻ എന്നെ കുറിച്ച് സ്വരാജ് പറഞ്ഞ കാര്യം എന്റെ തലയിൽ കെട്ടിവെക്കരുത്. നിങ്ങളെ സഹപ്രവർത്തകൻ സ്വരാജ് പറഞ്ഞ കാര്യം എന്റെ തലയിൽ കെട്ടിവെക്കരുത്. അത് നിർത്ത്. സ്വരാജ് പറഞ്ഞ കാര്യം നിർത്ത്. സ്വരാജ് പറഞ്ഞ കാര്യം എന്റെ തലയിൽ കെട്ടിവെക്കില്ലേ? അതങ്ങ് പിൻവലിക്ക്. നിങ്ങൾ കള്ളന്മാരിലെ ഡിസാസ്റ്റർ ക്യാമ്പെന്ന് സാധനം അടിച്ചു മാറ്റിയ കള്ളന്മാരില്ലേ നിങ്ങൾ CPM-കാര്? ആരുടെ കള്ളന്മാരല്ലേ നിങ്ങൾ ഡിസാസ്റ്റർ ക്യാമ്പെന്ന് സാധനം അടിച്ചു മാറ്റിയ കളമശ്ശേരിയിലെ ആരുടെ സഹപ്രവർത്തകരല്ലേ അടിച്ചു മാറ്റിയ കള്ളന്മാര്? കള്ളന്മാര് എന്നിട്ട് ഉളുപ്പില്ലാതെ പറഞ്ഞ് വ്യക്തിപരമായിട്ട് അവസാന നിമിഷം വരെ പക്വതയോടെ പങ്കെടുത്ത പ്രതിനിധികളാണ് നിങ്ങൾ രണ്ടുപേരും. അരുൺകുമാറും സന്ദീപും. അരുൺകുമാർ ശാഖയിൽ നിന്നും തിരുത്തി വന്നവർ CPM-ലേക്ക് വന്നിട്ടുണ്ടല്ലോ. അവരെ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ പിഴവ് തിരുത്തി വരുന്നവരെ നിങ്ങളും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചാണ്. അങ്ങനെ പിഴവ് തിരുത്തി എന്ന് പറഞ്ഞിട്ടുള്ള സന്ദീപ് വാര്യരെ ഇനിയും പഴയ ശാഖ വെച്ച് പരിഹസിക്കണോ എന്ന ചോദ്യമുണ്ടല്ലോ അരുൺകുമാർ. ചോദ്യം വേണ്ട, വിവരമുള്ളവർ പറയുന്ന കേട്ടാ മതി. അത് വിടൂ. എന്തിനാണ് പണ്ട് അദ്ദേഹത്തിന്റെ പൂർവ്വകാലം പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നത്? നമുക്ക് ഇപ്പോൾ നിലവിലെ MLA എന്ന നിലയ്ക്ക് ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട അങ്ങേക്ക് വേറെ പരാതി ഉണ്ടല്ലോ, അത് തന്നെ അയച്ചു തന്നല്ലോ, അത് ഉന്നയിക്കാമായിരുന്നല്ലോ അരുൺകുമാർ. ശരി. സന്ദീപ് ദയവ് ചെയ്ത് ഈ ഭാഷ ദയവ് ചെയ്ത് ആരും ഉപയോഗിക്കരുത്. ദയവ് ചെയ്ത് നമ്മൾ ഒരു ദുരന്തമുഖത്തെ നേരിടുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണിത്. ശ്രീ ഷഫീറെ, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനമൊക്കെ ശരി, ഓവറാക്കരുത്. എനിക്ക് നേരത്തെ ഒരു ചോദ്യം ബ്രീഫ് ചെയ്ത് തന്നു, ഞാൻ ക്ഷമിച്ചു. എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്നത് അമ്മാതിരി ഡയലോഗൊന്നും വേണ്ട. ഓക്കെ, എനിക്കുണ്ട്. എന്നോട് എന്താ അങ്ങനെ ചോദിക്കുന്നൊക്കെ പറയാം. താനാരാ അങ്ങനെ ചോദിക്കുന്ന പറയാനൊക്കെ? ശ്രീ ഷഫീർ ആരാ? എന്ത് മര്യാദ? എന്നെ പഠിപ്പിച്ച്, എന്നെ ചോദ്യം പഠിപ്പിച്ച് ഞാനത് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്ന ബ്രീഫ് ചെയ്യാൻ, അങ്ങനെ ചോദിക്കുന്ന അകമ്പടി പറയാൻ താങ്കൾ ആരാണ് ശ്രീ ഷഫീർ? തിരിച്ചും വേണ്ട. അധികാരത്തിന് ഹുങ്ക് കാണിക്കരുത് ഷഫീർ. അധികാരത്തിന് ഹുങ്ക് കാണിക്കരുത്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. എന്ത് വരട്ടെ? ഒരു വരട്ടില്ല. എന്നെ മാധ്യമ പഠിപ്പിക്കും വേണ്ട. ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്ക് എന്നോട് കമാൻഡ് ചെയ്യാനുള്ള റൈറ്റും ശ്രീ BR ഷഫീറിനില്ല. അത്രേ പറഞ്ഞുള്ളൂ. ആര് പറഞ്ഞു? താങ്കൾ റീവൈൻഡ് ചെയ്ത് കേട്ടാൽ മതി. പ്രേക്ഷകർ കാണുന്നുണ്ട്. റീവൈൻഡ് ചെയ്ത് കേട്ടാൽ മതി എന്ത് ഭാഷ എന്നോട് സംസാരിച്ചെന്ന്. ഞാൻ ശ്രീ ഷഫീറോട് ചോദിക്കാനുള്ളത്, ഞാൻ ശ്രീ സജീഷോട് ചോദിക്കാനുള്ളത്. മനസ്സിലായില്ലേ? അത് പറയുമ്പോ അങ്ങനെ ചോദിക്കുന്ന തിട്ടൂരൊന്നും ഇവിടെ ഇറക്കാൻ പറ്റില്ല. ഒരു തിട്ടൂര ഇവിടെ ഇറക്കാൻ പറ്റില്ല ശ്രീ ഷഫീർ. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട.
നീ ഒന്നും പണയണ്ട. ഒന്നും വേണ്ട. ഒരു അയ്യപ്പാസിനെയും പ്രശ്നമില്ല, ഒരു അയ്യപ്പാസിനെയും പ്രശ്നമില്ല. താങ്കൾ ആലോചിച്ച് നോക്കിയാൽ എന്നോട് എന്തൊക്കെയാ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്നു പറയാനുള്ള ഒരു റൈറ്റും ഒരു തിട്ടൂരവും ശ്രീ BR ഷഫീറിനില്ല. അത്രേ ഉള്ളൂ. ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കാനുള്ളതേ ചോദിക്കാവൂ. ഊച്ചാളിത്തരം പറയരുത്. ചാനൽ ചർച്ചയിൽ ആങ്കറായിട്ട് വന്നിരുന്നിട്ട്. ശ്രീ ഷഫീറെ, ഊച്ചാളിത്തരോ? ചോദിക്കാനുള്ളത് ചോദിക്കാവുന്നോ? ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം. ഒരു സെക്കൻഡ്, ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഏത് ചോദ്യം ചോദിച്ചാൽ അത് പറഞ്ഞിട്ട് പോയാൽ മതി. ഊച്ചാളിത്തരോ? എന്ത് ഊച്ചാളിത്തരോ? എന്ത് ഊച്ചാളിത്തരം? ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഈ 8:38 ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം പറ. ഒരു ചോദ്യം പറ. ഇനി അത് പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഏത് ചോദ്യം ചോദിച്ചത് പറ. ശ്രീ ഷഫീർ പറ. ഊച്ചാളിത്തരോ? സ്വന്തം വായിലിരിക്കുന്ന എല്ലാം കൂടെ വിളമ്പാനുള്ള സ്ഥലമല്ല ശ്രീ ഷഫീർ, ഞാൻ പറഞ്ഞേക്കാം. പേടിച്ചോ? ഈ ശബ്ദം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാ. നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത പദപ്രയോഗം ഉപയോഗിക്കണ്ട. ഞാൻ ഉപയോഗിച്ചോ? ഞാൻ ഉപയോഗിച്ചോ? എന്നോട് ചോദിക്കുന്ന ഞാൻ ഉപയോഗിച്ചോ? ഏത് വാക്ക്? ഏത് വാക്ക്? ഇപ്പൊ പറ. ഏത് വാക്ക്? ഏത് വാക്ക് ശ്രീ ഷഫീർ? ഞാൻ ചോദിച്ച ഏത് ചോദ്യമാണ് അനുചിതം? ഇല്ല, താങ്കൾ പറ. താങ്കളല്ലേ പറഞ്ഞു ഞാൻ പറഞ്ഞത് ചോദിക്കാൻ പാടില്ല ചോദിക്കാവുന്നത്. ഞാൻ എന്ത് ചോദിച്ചോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കാര്യം ഇനി പറയണ്ട ശ്രീ ഷഫീർ. ഊച്ചാളിത്തരമൊന്നും ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്ന ഒരു റൈറ്റും ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിനെ പ്രതിനിധിക്കില്ല, ഈ സ്ഥാപനത്തിലില്ല, ഈ ചാനലിലില്ല. ശ്രീ ഷഫീർ മനസ്സിലാക്കിക്കോളൂ. അങ്ങ് നിങ്ങൾ അതിര് കിടക്കുന്നു. നിങ്ങൾക്കുമില്ല. ഞാൻ എന്ത് ചെയ്തു? ഞാൻ താങ്കളെ ഡിക്റ്റേറ്റ് ചെയ്തില്ല. എന്നെ കയറി ചൊറിയാൻ വന്നപ്പോഴാണ്. ഞാൻ കേട്ടോണ്ടിരിക്കില്ല ശ്രീ ഷഫീർ, കേട്ടോണ്ടിരിക്കില്ല. എന്നെ കയറി ചൊറിയാൻ വന്നപ്പോഴാണ് ഞാൻ ശ്രീ സജീഷോട് എന്ത് ചോദിക്കണം ആദ്യം എന്നെ ബ്രീഫ് ചെയ്തു. താങ്കൾക്ക് എന്ത് റൈറ്റാ? ശരി പോട്ടെ, ഞാൻ ചോദിക്കുമ്പോ അങ്ങനെ ചോദിക്കും. താങ്കൾ ആരാ ശ്രീ ഷഫീറെ? താങ്കൾ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കും. ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഏത് ചോദ്യമാണ് ചലഞ്ചായിട്ട് വെക്കുകയാണ്. ഈ 40 മിനിറ്റിനുള്ളിൽ ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഏത് ചോദ്യം ചോദിച്ചെന്ന് പറഞ്ഞിട്ടേ ഇവിടെ പോകാൻ പറ്റൂ ശ്രീ ഷഫീർ. ശരി ശരി, എന്തോ ഒരു മിനിറ്റ്. ഒരു മാധ്യമ പ്രവർത്തകൻ തന്റെ അതിഥിയായി വരപ്പെടുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിയെ താൻ ആര് എന്ന് ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. ഞാൻ ആവർത്തിക്കുന്നു. അതായിരുന്നു പ്രശ്നം. താൻ ആരാ എന്ന് ചോദിക്കാനുള്ള അവകാശം അതാണോ പ്രശ്നം? അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. ഇല്ല, താനായിരുന്നു വന്നാൽ ഞാൻ അങ്ങോട്ട് ക്ഷമ ചോദിക്കാൻ. എന്റെ നാവിൽ വന്നിട്ടില്ല. ക്ഷമ ചോദിക്കാൻ പാടില്ല. പക്ഷേ ഒരു ചർച്ചയിൽ ചോദിക്കാൻ പാടില്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത് വേറെ. താൻ ആരാന്ന് പറയുന്നത് മര്യാദയല്ലേ? ഒരു സെക്കൻഡ്, ഈ ഊച്ചാളിത്തരം എന്ന് പറയുന്നതോ? ഊച്ചാളിത്തരോ? ഒരു ചാനൽ ചോദിക്കേണ്ട കാര്യം എന്താ അവിടെ ആ ചർച്ചയിൽ? എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. UDF സർക്കാർ വന്ന് 3 മാസം കൊണ്ട് കോൺഗ്രസിന്റെ വക്താവ് മാധ്യമങ്ങളെ മാധ്യമപ്രവർത്തന പാഠവും ചോദ്യവും പഠിപ്പിക്കാൻ പോവാണ്. അത് അംഗീകരിച്ചിരുന്ന പ്രശ്നമില്ല സാറേ, അംഗീകരിച്ചിരുന്ന പ്രശ്നമില്ല. താൻ ആരാ എന്ന് ചോദിച്ച തെറ്റ് ഞാൻ ക്ഷമ ചോദിച്ചു, പ്രേക്ഷകരോടും ചോദിച്ചു. അങ്ങോട്ട് ശ്രീ ഷഫീർ, താങ്കൾ ഈ ദുർബല വാർത്ത പിടിക്കല്ലേ? അതല്ലല്ലോ പ്രശ്നം. അതിനു മുമ്പ് അങ്ങെന്ത് പറഞ്ഞു? ഞാൻ കേവലം താഴ്ന്ന് വിളിക്കല്ല. അതിനു മുമ്പ് അങ്ങെന്ത് പറഞ്ഞു? പറയൂ. അത് തന്നെയാണ് പ്രശ്നം. നിങ്ങളുടെ ചർച്ചയിൽ വന്നിരിക്കുന്ന ഒരാളോട് സംസാരിക്കാൻ പഠിക്കാദ്യം. നിങ്ങളുടെ ചർച്ചയിൽ വന്ന ഒരാളോട് താൻ പോ എന്നൊക്കെ പറയുന്നത് ആ സംസ്കാരമേ അവസാനിപ്പിച്ചോ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഒരു മാധ്യമ ആങ്കർ പറയുകയാണ് താൻ ആര്? അതാണോ മര്യാദ? അതെന്ത് മര്യാദയാ ഈ പ്രദാസേ? 2 വട്ടം ഞാൻ ക്ഷമ ചോദിച്ചൊരു വിഷയം. ഞാൻ നിങ്ങളെ താരം വിളിച്ചിട്ടുണ്ടോ? വിളിക്കോ ശ്രീ ഷഫീറെ, 2 വട്ടം ഞാൻ ക്ഷമ ചോദിച്ച ഈ ഓണയറിൽ കേട്ടോ പ്രേക്ഷകരോട് ക്ഷമ ചോദിച്ചൊരു വിഷയത്തില് എന്നിട്ട് അത് പഠിക്കും ഇത് പഠിക്കും പറഞ്ഞു ഇങ്ങനെ പാഠം പഠിപ്പിക്കാൻ ഗുരുവായിട്ട് താനെന്ന് വിളിച്ചതല്ലോ ശ്രീ ഷഫീർ. അതിനു മുമ്പ് അങ്ങെന്ത് പറഞ്ഞു? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്നോട് താനാരെന്ന് ചോദിച്ചപ്പോഴാണ് മറുപടി പറയേണ്ടത്. ഇതൊക്കെ ശരിയാണോ? അങ്ങനെ ചോദിക്കുന്നു പറയുന്നൊക്കെ അങ്ങനെ ചോദിക്കാലോ എന്നൊക്കെ പറയുന്നത് ശരിയാണോ? ഒരു മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ട കാര്യമാണോ ശ്രീ ഷഫീറെ? അല്ല, ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കേണ്ട ചോദ്യം ചോദിക്കാവോ? അപ്പൊ ഞാൻ പറഞ്ഞു ഈ എന്താണ് ടോയ്ലറ്റ് പോകുന്നതും കോഫി ഇതൊന്നും അല്ലാതെ ഞാൻ പറഞ്ഞു. അപ്പൊ താങ്കൾ പറയാം ഈ ചോദിക്കാൻ പാടില്ലാത്ത ചോദിച്ചു. എന്താ ചോദിക്കാൻ പാടില്ലാത്ത ചോദിച്ചേ ഒന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചപ്പോ അങ്ങനെ ചോദിക്കും പഠിപ്പിക്കാൻ വരുന്നു. ഇതൊക്കെ ഒരു മാത്രമാണ്, ശമ്പളം വാങ്ങിക്കണ്ടേ?